പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതി. എൻ വാസു ജയിലിൽ തുടരും. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് കോടതി തള്ളിയത്. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു ശ്രീകോവിലെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയാണ്. എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലയളവിലാണ് രേഖകളിൽ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വാസുവിന്റെ ശുപാർശയിലാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രായവും പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ചൊരു ജാമ്യം തനിക്ക് അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യം കോടതി തള്ളിയിട്ടുണ്ടെങ്കിൽ എൻ വാസുവിനെതിരെ സമർപ്പിച്ച തെളിവുകൾ അത്രത്തോളം ശക്തമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്വർണ്ണ കവർച്ചയിൽ വലിയൊരു പങ്ക് ഇനിയും എൻ വാസു ഏറെയും വെളിപ്പെടുത്താനുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അന്വേഷണ സംഘം എൻ വാസുവിനെ പൂർണ്ണമായും വിട്ടിട്ടില്ല. എൻ വാസുവിന്റെ ആവശ്യം മുന്നോട്ടുള്ള അന്വേഷണത്തിലും ഉണ്ട് എന്നുള്ള ആ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അങ്ങനെ നിലനിൽക്കുന്നു. അതിനുവേണ്ടിയുള്ള തെളിവുകൾ, എൻ വാസുവിനെതിരെയുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം കോടതി, കൊല്ലം വിജിലൻസ് കോടതി ഇത്തരം ജാമ്യം തള്ളുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുക, ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന ആ എൻ വാസു ശ്രീകോവിലെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയാണ്. ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലയളവിലാണ് രേഖകളിൽ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഇതൊക്കെ നേരത്തെ ലഭിച്ച കണ്ടെത്തലുകളാണ്. ഇനിയും ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അതിന് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ റിമാൻഡിൽ തന്നെയാണ് എൻ വാസു. അപ്പോൾ റിമാൻഡിന് ശേഷം കൂടുതൽ നടപടികളിലേക്കൊക്കെ കടന്നേക്കുമെന്നുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ അത്രത്തോളം ശക്തമാണ് എൻ വാസുവിനെതിരെയുള്ള ആ തെളിവുകൾ എന്ന് പറയുന്നത്. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നത് വരെ അതങ്ങനെ തുടരും എന്നുള്ളതും കൂടിയാണ്. ഇനിയൊരു ജാമ്യാപേക്ഷ എപ്പോൾ എൻ വാസുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു സമയം സ്ഥിരീകരിക്കാനാവില്ല. നിലവിലെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ റിമാൻഡ് കാലാവധി എത്രത്തോളം ബാക്കി കിടക്കുന്നു അത്രയും ദിവസങ്ങളിൽ റിമാൻഡിൽ തന്നെ തുടരേണ്ടി വരും എൻ വാസു. എൻ വാസുവിന്റെ ശുപാർശയിലാണെന്നാണ് ഈ എൻ വാസുവിന്റെ ശുപാർശയിലായിരുന്നു ഈ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ള കണ്ടെത്തലൊക്കെ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രായാധിക്യം ഒപ്പം ആരോഗ്യസ്ഥിതി എല്ലാം കണക്കിലെടുത്ത് തനിക്കൊരു ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിച്ച ആവശ്യമുയർത്തിയ എൻ വാസുവിന്റെ ആ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു.